നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പരാജയം CPIM-നും ഇടതുപക്ഷത്തിനും ഒരു തിരിച്ചടിയായി വിലയിരുത്തപ്പെടുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെയും M സ്വരാജിന്റെയും പ്രതികരണങ്ങൾ ശ്രദ്ധേയമാകുന്നു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. മുൻപ് ഇടതുപക്ഷ പിന്തുണയോടെ വിജയിച്ചു വന്നിരുന്ന അൻവർ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്നു. ഇത് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കി. പരമ്പരാഗതമായി കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ദീർഘകാലം ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ് ഇവിടെ നിന്നും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് ഇടതുപക്ഷ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിച്ചിരുന്നു. CPIM അവരുടെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത മണ്ഡലങ്ങളിലും നേരിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടമാണിത്. M സ്വരാജിനെ പോലൊരു യുവ നേതാവിനെ പാർട്ടി ചിഹ്നത്തിൽ ദീർഘകാല സ്വാധീനമുള്ള കോൺഗ്രസ് ലീഗ് കേന്ദ്രത്തിൽ ഇറക്കിയത് ഒരു രാഷ്ട്രീയ നീക്കമായി കണ്ടു. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടുകൾക്ക് M സ്വരാജിനെ പരാജയപ്പെടുത്തി. ആര്യാടൻ ഷൗക്കത്തിന് 77,737 വോട്ടുകൾ ലഭിച്ചപ്പോൾ M സ്വരാജിന് 66,660 വോട്ടുകൾ ലഭിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവറിന് 19,760 വോട്ടുകളും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 8,648 വോട്ടുകളും ലഭിച്ചു. ഈ ഫലം തീർച്ചയായും CPIM-ന് ഒരു തിരിച്ചടിയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ തെരഞ്ഞെടുപ്പിനെ ഒരു സെമി ഫൈനലായി ഇരു മുന്നണികളും കണ്ടിരുന്നു. ഭരണകക്ഷിയായ LDF-ന് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിന്റെ ഭരണത്തിന്റെ 4ാം വർഷത്തിൽ ഈ തോൽവി ഒരു നിർണായക സൂചനയായി വ്യാഖ്യാനിക്കപ്പെടാം. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണം CPIM-ന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ട്. നിലമ്പൂരിൽ CPIM ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടി ചിഹ്നത്തിൽ വോട്ട് തേടി. കോൺഗ്രസിനും ലീഗിനും ദീർഘകാല സ്വാധീനമുള്ള ഒരു സീറ്റിലെ ഫലം മാത്രമാണിത്. ഒരു പരാജയവും അന്തിമമല്ല. മികച്ച പോരാട്ടം നടത്തിയ സഖാവ് M സ്വരാജിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. ശിവൻകുട്ടിയുടെ ഈ പ്രതികരണത്തിൽ നിരവധി സൂക്ഷ്മമായ രാഷ്ട്രീയ വിശകലനങ്ങളുമുണ്ട്. മികച്ച സ്ഥാനാർത്ഥി M സ്വരാജിനെ പോലെ ജനകീയനായ ഒരു നേതാവിനെ മത്സരിപ്പിച്ചത് പാർട്ടിക്ക് ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണെന്ന് ശിവൻകുട്ടി പറയാതെ പറയുന്നു. സ്വരാജിന്റെ യുവത്വം, വാക്ചാതുര്യം, പൊതുസമൂഹത്തിലെ സ്വീകാര്യത എന്നിവ പാർട്ടിക്ക് അനുകൂലമാകുമെന്നായിരുന്നു CPIM പ്രതീക്ഷ. നിലമ്പൂരിലെ UDF-ന്റെ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പരമ്പരാഗത ശക്തി കേന്ദ്രമാണെന്ന് ശിവൻകുട്ടി ഓർമ്മിപ്പിക്കുന്നു. അത്തരമൊരു മണ്ഡലത്തിൽ നേരിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് നേടിയ വോട്ട് വിഹിതത്തെ കുറച്ചു കാണരുതെന്ന സൂചനയും ഇതിലുണ്ട്. ഒരു പരാജയവും അന്തിമമല്ല. ഈ തോൽവി ഒരു താൽക്കാലിക തിരിച്ചടിയായി മാത്രമേ കാണുന്നുള്ളൂവെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുമുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ പ്രസ്താവനയിലൂടെ ശിവൻകുട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇത് പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാനും ഭാവി പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാനും ലക്ഷ്യം വെക്കുന്നുണ്ട്. പോരാട്ടത്തെ അഭിനന്ദിക്കുന്നുമുണ്ട്. M സ്വരാജിന്റെയും LDF പ്രവർത്തകരുടെയും കഠിനാധ്വാനത്തെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായിട്ടും പോരാട്ട വീര്യം കൈവിടാതെ മുന്നോട്ടു പോകാനുള്ള ഒരു സന്ദേശമാണ്. അതോടൊപ്പം തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് തന്റെ പ്രതികരണം രേഖപ്പെടുത്തുകയുണ്ടായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി വികസിപ്പിക്കാൻ LDF-ന് സാധിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രസ്താവന. ഇത് വിജയത്തെക്കാൾ ഉപരി ഈ തിരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ സംവാദത്തിന്റെ വേദിയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതിലാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് തിരഞ്ഞെടുപ്പിൽ ശ്രമിച്ചതെന്നും ഈ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുമെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. ഇത് CPIM വികസന രാഷ്ട്രീയത്തിന് ഊന്നൽ നൽകി മുന്നോട്ടു പോകുമെന്നതിന്റെ സൂചനയാണ്. തിരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യും. പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നില്ലെന്നത് യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. ഇതൊരു ആത്മപരിശോധനയുടെ സൂചനയാണ്. തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തി തിരുത്തലുകൾ വരുത്താൻ പാർട്ടി തയ്യാറാണെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടില്ല എന്നും വെളിപ്പെടുത്തുന്നു. വിവാദങ്ങൾക്കൊന്നിനും പിടികൊടുത്തിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ ഒരു വർഗീയവാദിയുടെയും വോട്ട് തേടിയിട്ടുമില്ല എന്നും സ്വരാജ് ഊന്നി പറയുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉയർന്നു വന്നേക്കാവുന്ന വർഗീയ ആരോപണങ്ങളെയും വ്യക്തിപരമായ അധിക്ഷേപങ്ങളെയും അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ട്. ഇത് ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാടിനെ കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമമാണ്. സ്വന്തം പഞ്ചായത്തിൽ പിന്നോട്ടു പോയതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഇത്തരം ആരോപണങ്ങളിലൊന്നും കാര്യമില്ലെന്നും രാഹുൽ ഗാന്ധി ജന്മനാട്ടിൽ തോറ്റിട്ടല്ലേ ഇവിടെ വന്ന് ജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള വാദങ്ങളെല്ലാം അരാഷ്ട്രീയമാണെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു.
ഇത് പ്രാദേശികമായ വോട്ടിന്റെ ഏറ്റക്കുറച്ചിലുകളെ ഒരു വലിയ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാനുള്ള ശ്രമമാണ്. വ്യക്തിപരമായ സ്വാധീനത്തെക്കാൾ വിശാലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നുവെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ നിരവധി വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുന്നുമുണ്ട്. UDFന് പ്രത്യേകിച്ചും കോൺഗ്രസിന് ഈ വിജയം വലിയ ഉണർവ് നൽകുന്നുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വിജയം അവർക്ക് കരുത്തു പകരും. LDFന് ഇതൊരു പാഠമാണ്. PV അൻവറിന്റെ രാജിക്ക് ശേഷമാണ് രാഷ്ട്രീയ സാഹചര്യം, അതുപോലെ അൻവർ സ്വതന്ത്രനായി മത്സരിച്ചത് വോട്ടുകളെ എങ്ങനെ ബാധിച്ചു എന്നതും LDF സൂക്ഷ്മമായി പഠിക്കും. സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ട് ചോർച്ചയും മറ്റ് മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഈ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. PV അൻവറിന്റെ ലഭിച്ച 19,760 വോട്ടുകൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട്. ഇത് UDFനും LDFനും ഒരുപോലെ ചിന്തിക്കേണ്ട വിഷയമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സൂചനയാണിത്. ഈ തിരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായി വിലയിരുത്തപ്പെടുത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ശക്തമാണോ എന്നും UDF കൂടുതൽ കരുത്താർജിക്കുകയാണോ എന്നുമുള്ള ചോദ്യങ്ങൾ ഈ ഫലം ഉയർത്തുന്നുമുണ്ട്. ചുരുക്കത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വെറും ഒരു മണ്ഡലത്തിലെ വിജയ പരാജയമായി ഒതുങ്ങുന്നില്ല. ഇത് കേരള രാഷ്ട്രീയത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്.